സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് കോടതി ഗവർണറേറ്റിനും അവിടെ പബ്ലിക് പ്രോസിക്യൂഷനും കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. മോചനത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിക്കും. മോചനദ്രവ്യമായ 15 മില്യൺ റിയാൽ സൗദി കുടുംബത്തിന് കൈമാറിയ ശേഷം റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേഗം കൂടി. അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ കോടതി വിധിയുടെ പകർപ്പ് കോടതി ഗവർണറേറ്റിന് കൈമാറി. അബ്ദുറഹീമിന്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് ഇനി പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിക്കും. ഇല്ല എന്ന് വ്യക്തമായാൽ ഇതു സംബന്ധമായ രേഖകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറും. ശേഷം ഇരു വിഭാഗങ്ങളുടെയും അഭിഭാഷകരുമായുള്ള സിറ്റിംഗ് വീണ്ടും കോടതിയിലുണ്ടാകും. ഇതിനു ശേഷമാകും മോചനത്തിനുള്ള കോടതിയുടെ ഉത്തരവുണ്ടാവുക. ഈ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മോചനത്തിനുള്ള ഉത്തരവ് ഏത് സമയവും പ്രതീക്ഷിക്കാമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഉത്തരവ് വന്നാൽ 18 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുറഹീം മോചിതനാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടെ നാട്ടിലെത്താനുള്ള സാഹചര്യമൊരുക്കുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വർഷങ്ങൾക്ക് ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഒപ്പം അബ്ദുൾ 24 ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആ ഫണ്ട് റേസിംഗ് സമയത്തൊക്കെ വളരെ കൃത്യമായി തന്നെ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയും ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്കുണ്ട് സന്തോഷം, അല്ലേ?